അപ്പോൾ നമസ്കാരം സുഹൃത്തുക്കളെ. ഇത് ഞാനിപ്പോൾ ഒരു സ്ലൈഡിങ് ഗേറ്റ് വെച്ചതാണ്. ഇത് കണ്ടോ, സ്ലൈഡിങ് ഗേറ്റിൻ്റെ ബാൽക്കണി വെച്ചാണ്. ഇവിടെ നിന്ന് നമ്മളിത് സ്ലൈഡിങ് ഉപയോഗിച്ച പഴയ കമ്പികളാണ്. കമ്പി എന്ന് പറയുന്നത് പഴയ ഡോറും ഗേറ്റും ജനലിൽ നിന്നൊക്കെ എടുത്ത് അതിനെ കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് എടുത്ത് വേസ്റ്റേജൊക്കെ കളഞ്ഞ് അതിനെ പെയിൻ്റ് അടിച്ചെടുത്തതാണ്. അപ്പോൾ ഈ ഗേറ്റ് എന്ന് പറയുന്നതല്ല, ഇതിനുമ്പോൾ ഗേറ്റല്ല ഞാൻ കാണിക്കുന്നത്. നിങ്ങൾ കാണേണ്ട ഒരു സാധനമുണ്ട്. നിങ്ങൾക്ക് മിക്കവർക്കും ചിലവർക്ക് അറിയായിരിക്കും, ചിലവർക്ക് അറിയത്തില്ലായിരിക്കാം. അപ്പോൾ ഇത് ഞാൻ സ്റ്റീല് SS-ൻ്റെ റോളിംഗ് വീലാണ്. മറ്റേ MS-ൻ്റെ റോളിംഗ് വീൽ വരുന്നുണ്ട്. പക്ഷെ അതേപോലെ അല്ല ഇതിൻ്റെ സിസ്റ്റം. ഇത് കുറേ കൂടെ സ്മൂത്താണ്, വലിയ സൗണ്ടൊന്നുമില്ല. കണ്ടേ, വളരെ സ്മൂത്താണ്. അപ്പോൾ ഇതിൻ്റെ പൈപ്പും അതിൻ്റെ കണക്കാക്കി നമ്മൾ ചെറിയ പൈപ്പാണ് എടുത്തത്. അപ്പോൾ ഈ വീലിന് പല സൈസുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് നിങ്ങൾ അത് കണക്കാക്കി അതിൻ്റെ പൈപ്പും വീലും എടുക്കണം. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് 1 ഇഞ്ച് പൈപ്പൊന്നുമല്ല, അതിൻ്റെ ചെറുതാണ്. അപ്പോൾ ഇത് എനിക്ക് 2 വീലും കൂടെ 800 രൂപ ആയതേ ഉള്ളൂ. എന്നുവെച്ചാൽ ഒന്നിന് 400 രൂപ വെച്ചാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് വലിയ വീല് ഇതിൽ നിന്ന് റേറ്റ് കൂടുതൽ വരും, ചിലപ്പോൾ ഡബിൾ പ്രൈസൊക്കെ ആവും. ഒരു വീല് 1000, 1500 അങ്ങനെയൊക്കെ പോകും. വലിയ ഗേറ്റിനൊക്കെ ഉപയോഗിക്കുന്നത് ചെറിയ ഗേറ്റാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വളരെ സ്മൂത്താണ്, ബിയറിങ്ങിൽ ഓടുന്നതാണ്. അപ്പോൾ വലിയ ഡാമേജ് ഒന്നും വരില്ല. ഇതിൻ്റെ ഒരു വലിയ ഗേറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ ബാൽക്കണിയിലേക്ക് ഓപ്പൺ ഡോർ ചെയ്തില്ല, കാരണം സ്പേസ് കുറച്ച് കുറവാണ് ഇവിടെ. അങ്ങനെ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, അത് തല്ലി പൊട്ടിച്ചിട്ട് അതിനെ ലെവലാക്കാൻ വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ഓയിലേയും ചെയ്തിരിക്കുന്ന SS അല്ല, പക്ഷേ ഇതിൽ 4 ഇത് പിടിച്ചിട്ടുണ്ട്. 1 താണ്ട ഇവിടെ. കാരണം ഈ ഡോറ് ചിലപ്പോൾ നമ്മളിങ്ങനെ വലിക്കപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടപ്പോൾ അങ്ങോട്ടിട്ട് പോകും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ 4 എണ്ണം പിടിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് പൈസ അധികമാവും, എന്നാലും കുറച്ചുകൂടെ ബലം കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. കാരണം പിന്നെ രണ്ടാമത് നമ്മളത് ചെയ്യാൻ നിന്നാൽ അത് പിന്നും പൈസ അതിൻ്റെ ഇരട്ടിയാവും. അപ്പോൾ ചെയ്യുന്ന ടൈമിന് തന്നെ അത് ചെയ്തുകൊണ്ട് അത്രയും പൈസ നമുക്ക് കുറയും. കാരണം പിന്നെയും സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരണം, തല്ലി പൊട്ടിക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഷീറ്റും ചെയ്തായിരുന്നു. ഇതെല്ലാം പഴയ പൈപ്സ് എടുത്ത് വെച്ചിട്ട് ജോയിൻ്റ് ചെയ്ത് എടുത്തതാണ്. ഗേറ്റിൻ്റെയൊക്കെ പഴയ ഗേറ്റിൻ്റെയൊക്കെ എടുത്തിട്ട് അവരെഴുതിയ ഒറിജിനൽ G ആണ്. ഗേജൊക്കെ ഒത്തിരി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ചെയ്തെടുത്തതാണ്. ഒത്തിരി സ്ട്രോങ് ആയിട്ടാണ് ചെയ്ത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ നല്ല സ്മൂത്താണ് റോളിങ്. പിന്നെ ഇതിൻ്റെ ഗേറ്റിൽ ഞാൻ ഇങ്ങനെ ബാൽക്കണിയിൽ ഇത് ചെയ്തപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങാൻ നേരത്തെ ഇതിലൊത്തിരി വീതി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ലോക്കിംഗ് സിസ്റ്റം വരാതെ ഇവിടെയാണ് ലോക്കിംഗ് സിസ്റ്റം ഇതിനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫുള്ള് എന്ന് വെച്ചാൽ ചെവര് ഒരുമാതിരി തല്ലി പൊട്ടിച്ച് കോൺക്രീറ്റ് ഇടാതെ ഒരു പ്ലേറ്റിന് നമ്മൾ 4 ബോൾട്ട് അടിച്ച്, ആങ്കർ ബോൾട്ട് അടിച്ച് അതിനങ്ങ് വെൽഡ് ചെയ്ത് ഇതാക്കിയാണ്. ഈ നട്ടും ബോൾട്ട് പിന്നെ ഊരാൻ പറ്റൂല. അപ്പോൾ ആങ്കർ ബോൾട്ട് നല്ല സ്ട്രോങ്ങിന് അടിച്ച് അതിൽ വെൽഡ് ചെയ്തിട്ട് ലോക്ക് ഇങ്ങനെ ആക്കിയാണ്. അപ്പോൾ ഇത് വെളിയിലോട്ട് ഇരിക്കുകയുള്ളൂ, അകത്ത് നമുക്ക് ഇറങ്ങിയപ്പോൾ മുഖത്തൊന്നും തട്ടൂല. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ മണ്ടയിൽ ഇത് വന്നങ്ങ് ഇരുത്തിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട്, ആ ഗ്യാപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ അകത്ത് ലോക്ക് ഇടാം നമുക്ക്. അപ്പോൾ നോർമലി ഞാൻ ലോക്കിട്ടങ്ങ് വെക്കുകയാണ്. ഞാൻ പിള്ളേരൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാൽക്കണിയിലോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഈ ഗേറ്റ് വെച്ചതാണ്. ഒത്തിരി ഹൈറ്റ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഗേറ്റ് വെച്ചത്. അപ്പോൾ ഈ ഗേറ്റിൻ്റെ ഇതൊക്കെ അവർ ഇതടിച്ച് തറയിൽ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിന് സ്റ്റോപ്പർ എന്ന് പറയും. ഇത് ഇങ്ങനെ വന്ന് തട്ടി നിൽക്കാൻ അങ്ങേറ്റവും ഇങ്ങേറ്റവും സ്റ്റോപ്പർ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോസ് ഞാൻ പുതിയതായിട്ട് ഇപ്പം കുറേ നാളായിട്ട് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.